മാധു, എനിക്ക് അതിലേക്ക് മാധുവിന്റെ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, അരുൺകുമാറിനോട് ഒരു ചോദ്യം. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് CPM-ന്റെ നിലപാട് എന്താ? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് ഈ തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് മുഴുവൻ നമ്മൾ ഒന്നിച്ചല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫൈറ്റ് ചെയ്ത്? തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഒരു MP കിട്ടിയപ്പോ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തല്ലോ. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മാധു ഇടപെടാതെ അല്ല, അതെനിക്കറിയാം, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അത് പറഞ്ഞിട്ട് മാധു ഇടപെടാതിരുന്ന് ഞാൻ പെട്ടെന്ന് അത് അവസാനിപ്പിക്കാം. ഈ രാജസ്ഥാനിലെ MP കിട്ടിയത് എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ ഒന്നിച്ചല്ലേ? അപ്പൊ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ നയം അവിടെ നിൽക്കട്ടെ, കേരളത്തിലെ നയം പറയാം. കേരളത്തിൽ ഞങ്ങൾ CPM-ന് നഖശിഖാന്തം എതിർക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, താങ്കൾ പറഞ്ഞത് ഈന്തപ്പഴത്തിന്റെ കുരു, സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചമ്പ്, താങ്കൾ കുറെ കഥ പറഞ്ഞല്ലോ, ലൈഫ് മിഷൻ, അങ്ങനെ കുറെ കഥ. ആ സ്വപ്ന സുരേഷ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ കുറെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ, അങ്ങനെ വീട്ടിലെ സകല ആളുകളെയും. അത് കൂടാതെ നമ്മുടെ P. ശ്രീരാമകൃഷ്ണൻ, പഴയ സ്പീക്കർ, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഒരു മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇനി ശിവശങ്കറിന് എന്തിനാ 112 ദിവസം ജയിലിൽ കിടന്നത്? ലൈഫ് മിഷൻ കോളയുടെ പേരില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിജിലൻസ്, പിണറായി വിജയന്റെ ഏറാമൂളികളായിട്ടുള്ള വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുത്ത KM എബ്രഹാം, അതായത് വിരമിച്ചിട്ട് 9 വർഷമാകാൻ പോവാ. ഈ 9 വർഷത്തിന് ശേഷം 9 വർഷമായിട്ട് വൻ തുക ശമ്പളം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ച് വാഴിക്കുന്നില്ലേ? ഈ KM എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പൊ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടേക്കല്ലേ? അപ്പൊ അതൊക്കെ തെളിവ് വരുമ്പോൾ അതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി താങ്കൾ പറഞ്ഞത് വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിന്റെ മുമ്പിൽ പരാതി കൊടുത്തു തള്ളിപ്പോയില്ലേ എന്ന്. ഇന്ത്യയിൽ വിവിധ ഹൈക്കോടതികളുണ്ട്. ഈ കേരളത്തിലെ ഹൈക്കോടതി തള്ളിയത് എന്താ? ഈ വിജിലൻസ് അന്വേഷിക്കണം എന്ന് കൊടുത്ത പരാതിയിൽ അതിന് തത്തുല്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് തുല്യമായിട്ടുള്ള ഒരു രേഖ കൊടുക്കാൻ പറ്റിയില്ല എന്നാ. അതിന്റെ അർത്ഥം നാട്ടിലെ ആളുകൾക്ക് ഒരു സ്ഥലത്ത് ഒരു അസ്വാഭാവിക മരണം നടന്നു, ആത്മഹത്യയാണെന്ന് പോലീസ് എഴുതി ചേർത്താൽ അത് ആത്മഹത്യയാണെന്ന് നാട്ടിലെല്ലാവർക്കും വിശ്വസിക്കണമെന്നില്ല. എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ എന്റെ സംശയം, എന്റെ അനുമാനം, എന്റെ കണ്ടെത്തലുകൾ, എന്റെ അത്തരം നിരീക്ഷണങ്ങൾ എല്ലാം വെച്ചിട്ട് ഞാൻ പരാതി കൊടുക്കും. പരാതിയിൽ അന്വേഷിക്കുമ്പോഴായിരിക്കും പിന്നീട് അത് കൊലപാതകമായിട്ട് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയല്ലേ മുൻപും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ പരാമർശിച്ച വാചകം റദ്ദാക്കി. മാത്രമല്ല, കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ പരാതിക്കാരന് മേൽക്കോടതിയിൽ പോകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ വരാം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന രേഖ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് മാത്രമാണ്. അതിന്റെ അർത്ഥം ഡൽഹി ഹൈക്കോടതിയും ബാംഗ്ലൂർ ഹൈക്കോടതിയും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള SFIയുടെ കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃതമായിട്ട് കള്ളപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇല്ലാതാക്കപ്പെടുന്നില്ല. അരുൺകുമാർ ഒരു വക്കീലല്ലേ? ഇനി താങ്കൾ ഒരു കള്ളം പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് 691 കോടി രൂപ പിടിച്ചെടുത്തു. ആരോ ആരോ അത് അരുൺകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് വേണോട്ടോ പോയി. നമുക്കാർക്കും അറിയില്ല. ഇന്ത്യയിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നേ വരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ആരോപണമാണ് CPM-ന് വേണ്ടി അരുൺകുമാർ പറയുന്നത്. ഇനി വ്യാജരേഖ ഉണ്ടാക്കി കോൺഗ്രസ്സുകാർക്ക് ആർക്കും പിണറായി വിജയനെ ജയിലിലിടണ്ട. പിണറായി വിജയനെ ജയിലിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വ്യാജരേഖ ഉണ്ടാക്കുകയാണെങ്കിൽ ആ KV ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കണം. കാരണം ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി സരിതയുടെ മറ്റേ കത്തിനകത്ത് പേരെഴുതി ചേർത്ത് കൂടുതൽ പേജ് എഴുതി ചേർക്കാൻ വേണ്ടി സഹായിച്ച നിങ്ങളാ. അല്ലെങ്കിൽ ആ K വിദ്യനെ ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തെ ഏൽപ്പിച്ചാൽ മതി. ഈ രാജ്യത്തെ മുഴുവൻ വ്യാജരേഖയുടെയും ഒന്നിച്ച് സൃഷ്ടി നടത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഇനി താങ്കൾ പറഞ്ഞ തെളിവുണ്ടായാലേ രാജിവെക്കുള്ളൂ. KM മാണിക്കെതിരെ തെളിവുകൾ മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? K ബാബുവിനെതിരെ തെളിവ് മുഴുവൻ ഹാജരാക്കിയിട്ടാണോ നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യ, കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ, നയതീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന മന്ത്രിയുടെ മകൾ, അവരൊക്കെ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിയുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അരുൺകുമാറും മുഖ്യമന്ത്രി പറഞ്ഞ പോലെയാ, കൈകൾ ശുദ്ധമാണ്, ആ PV ഞാനല്ല, ആ പ്രോമിനന്റ് പേഴ്സൺ ഞാനല്ല, വീണ വിജയനുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ഭാഷ അത്ര കറക്റ്റ് അല്ല. പിന്നെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തുന്നത് കറക്റ്റാ. K. സുരേന്ദ്രന്റെ മഞ്ചേശ്വരം കേസിൽ, CK ജാനുവിന്റെ മറ്റേ വയനാട് കേസിൽ, കൊടകര കുഴൽപ്പണ കേസിലൊക്കെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ നടത്തിയത് കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഒറ്റ വാക്കിൽ എന്നത് അങ്ങ് ഒറ്റവാചകം മാധു. അരുൺകുമാർ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് എന്റെ ബാധ്യത. പക്ഷെ ഒറ്റവാചകം അരുൺകുമാർ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി, അതിന്റെ മുഖ്യമന്ത്രി, ആ പാർട്ടിയുടെ അടിത്തറ മൊത്തം ഇളകിപ്പോകുമ്പോ, ഇതുപോലെ വിവസ്ത്രമായിട്ട് നാണം കെട്ടി നിൽക്കുമ്പോ ഈ മുഖ്യമന്ത്രിയുടെ മകൾ ആ കമ്പനിക്ക് കൊടുത്ത സേവനം എന്താണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ?